Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വഴിക്കടവ് പുഞ്ചൻകൊല്ലി നഗറിനോട് ചേർന്നൊഴുകുന്ന കോരൻപുഴയിൽ ബുധനാഴ്ച വൈകിട്ടുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വ്യാപക നാശം. സമീപത്തെ കോളനിയിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറുകയും പുഴയോരം ഇടിയുകയും ചെയ്തു. പുഴയോട് ചേർന്നുള്ള ഗോപി, ആനന്ദ്, വിജയരാജ്, ഒടുക്കൻ എന്നിവരുടേതുൾപ്പെടെ കോളനിയിലെ 10ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. കൂടാതെ പുഴയോരം ഇടിഞ്ഞു പോകുകയും ചെയ്തു. പുന്നപ്പുഴയുടെ പ്രധാന കൈവരികളൊന്നാണ് കോരൻപുഴ. ബുധനാഴ്ച വൈകിട്ട് 3:30യോടെയാണ് പ്രദേശത്ത് കനത്ത മഴ പെയ്തത്. വനത്തിലുണ്ടായ ശക്തമായ മഴയാണ് കോരൻപുഴയിലെ മലവെള്ളപ്പാച്ചിലിന് കാരണമായത്. രാത്രി 8 മണിയോടെ പുഴയിൽ വെള്ളം കുറയുകയും ചെയ്തു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റ് ഡിങ്കി ബോട്ടുമായി പുഞ്ചൻകൊല്ലിയിലേക്ക് പുറപ്പെട്ടിരുന്നുവെങ്കിലും പുഴയും തോടും കടക്കാനാകാതെ തിരിച്ചു പോവുകയായിരുന്നു. പ്രത്യേക പരിശീലനം നേടിയ ആത്മമിത്ര അംഗങ്ങളുടെ ഇടപെടലാണ് ഇവർക്ക് സഹായകമായത്. ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും ആരും ഇതുവരെ എത്തി നോക്കിയിട്ടില്ലെന്നും ആദിവാസികൾ ആരോപിച്ചു. അതേസമയം 2019 മലവെള്ളപ്പാച്ചിലിൽ കോരൻപുഴ ഗതിമാറി 200 മീറ്റർ നീളത്തിൽ കോളനിയോട് ചേർന്ന് തോട് രൂപപ്പെട്ടിരുന്നു. ഈ തോട് വഴിയാണ് ഇപ്പോൾ കോളനി വീടുകളിലേക്ക് വെള്ളം കയറിയത്. 2019 പുഴ ഗതിമാറിയതോടെ സമീപത്തെ കോളനി വീടുകൾ ഇപ്പോഴും ഭീഷണിയിലാണ്. പുഴയോരം കെട്ടി ആദിവാസികളുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ അന്ന് വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കോളനിയിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ നടപടി വേണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം. ഈസ്റ്റ് ലൈവ്, എടക്കര.